ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ കരിയർ റീഡിംഗ് ആണ്. നിങ്ങളുടെ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എനർജി നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള അഡ്വൈസും ഉണ്ട്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ട് കളയുക. നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഞാൻ കാർഡ്സ് ഓൾറെഡി ഇവിടെ ഷഫിൾ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കരിയറിന്റെ പാസ്റ്റ് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ പാസ്റ്റില് നിങ്ങൾ വളരെയധികം ഡിസപ്പോയിന്റ്മെന്റ് എനർജിയിലായിരുന്നു. അതായത് പാസ്റ്റിൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ഒരു പടി പിന്നോട്ട് പോയതായിട്ടാണ് എനിക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരുപാട് ചലഞ്ചിങ് സിറ്റുവേഷൻസിനെ നിങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം സാഡായിരുന്നു. പക്ഷെ നിങ്ങൾ ഇങ്ങനെ പിന്നോട്ട് പോയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വയം നിങ്ങളെ വിലയിരുത്തുവാനും അതുപോലെ തന്നെ ആത്മപരിശോധന നടത്തുവാനും നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും തിരിച്ചറിഞ്ഞു. ബുദ്ധിപരമായ നീക്കം നടത്താൻ നിങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ എനിക്ക് കാണാൻ സാധിക്കുന്നത് കരിയർ. ഇനി നിങ്ങളുടെ പ്രസന്റ് ആണ് നോക്കുന്നത്. ഇവിടെ പ്രസന്റ് എനർജി 3 ഓഫ് വാൻസ് ആണ്. അതായത് നിങ്ങൾ തുടങ്ങി വെച്ച പുതിയ മാറ്റങ്ങൾ നിങ്ങളുടെ കരിയറിൽ ഒരു അടിത്തറ ഇടുന്നതിന് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ ഈ ഒരു സമയം സക്സസിന്റെ വക്കിലെത്തി നിൽക്കുകയാണ്. നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഐഡിയാസ് എക്സ്പാൻഡ് ചെയ്യേണ്ട സമയമാണ്. നിങ്ങൾ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് നോക്കേണ്ട സമയമാണ്. പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ കാത്തു നിൽക്കുകയാണ്. അതാണ് നിങ്ങളുടെ പ്രസന്റ് എനർജി. നെക്സ്റ്റ് കാർഡ് നമുക്ക് കിട്ടിയത് ടവർ ആണ്. ഇവിടെ ടവർ കാർഡ് കിട്ടിയത് കൊണ്ട് തന്നെ ഒളിഞ്ഞിരിക്കുന്ന പെട്ടെന്നുള്ള മാറ്റങ്ങളെ നിങ്ങൾ കരുതിയിരിക്കണം. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാം. പക്ഷേ അവ പുതിയ അവസരങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് നിങ്ങൾ ഓർക്കുക. അതായത് നിങ്ങൾ നിലവിൽ ഒരു ചേഞ്ച് വരുത്തി നോക്കുക. അത് ചിലപ്പോൾ നിങ്ങൾക്ക് അതിശയകരമായ ഒന്നിലേക്ക് നിങ്ങളെ നയിച്ചേക്കാം. അതാണ് കാണുന്നത്. ഇനി നിങ്ങൾക്കുള്ള അഡ്വൈസ് ആണ്. പേജ് ഓഫ് സോർട്സ് ആണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു സമയം പുതിയ പുതിയ ഇൻഫർമേഷൻസ് തേടുക. പുതിയ വിവരങ്ങൾക്കായി നിങ്ങൾ തുറന്നിരിക്കുക. നിങ്ങളുടെ ഓപ്ഷനുകൾ അന്വേഷിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വ്യക്തമായ ആശയവിനിമയം നടത്തുക. നിങ്ങൾ നിങ്ങളുടെ പോസിറ്റീവ് എനർജിയെ തിരിച്ചറിയുക. ഇത് നിങ്ങളുടെ ഔട്ട്കം ആണ്. അതായത് നിങ്ങൾക്ക് ഫ്യൂച്ചർ എനർജിയാണ്. നിങ്ങളുടെ ഫ്യൂച്ചർ നോക്കുമ്പോൾ നിങ്ങളുടെ കരിയറിൽ ഒരു അബണ്ടൻസ് ആണ് കാണുന്നത്. അതായത് നമ്മൾ വിതച്ചതാണ് കൊയ്യുന്നത് എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ പ്രയത്നങ്ങൾക്ക് ഫലമുണ്ടാകും. അത് നിങ്ങളുടെ പ്രോസ്പെറസ് കരിയറിലേക്ക് നിങ്ങളെ നയിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കഴിവുകളെ തിരിച്ചറിയുകയും ആ കഴിവുകൾ പൂവിടാൻ അനുവദിക്കുകയും നിങ്ങൾ ചെയ്യുക ഈ ഒരു സമയം. അപ്പം ഈ ഒരു റീഡിങ്ങിൽ എനിക്ക് മനസ്സിലാകുന്നത് പാസ്റ്റിലെ നിങ്ങളുടെ ആത്മപരിശോധനയിൽ നിന്ന് ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് സമൃദ്ധിയിലേക്കുള്ള ഒരു യാത്രയാണ് നിങ്ങളുടേത്. അതാണ് എനിക്ക് ഈ ഒരു റീഡിങ്ങിൽ മനസ്സിലാകുന്നത്. അതായത് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന എല്ലാ ഹാർഡ് വർക്കും ഫ്യൂച്ചറിൽ നിങ്ങളുടെ കരിയർ ബ്രൈറ്റ് ആക്കാനായിട്ട് സഹായിക്കും. അതായത് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു സക്സസ്ഫുൾ കരിയറിലേക്ക് നയിക്കുന്നതാണ്. അപ്പം നിങ്ങളുടെ ഹാർഡ് വർക്ക് ഉപേക്ഷിക്കാതിരിക്കുക. പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് സ്വീകരിക്കുക. അതുപോലെ തന്നെ വ്യക്തമായ കമ്മ്യൂണിക്കേഷൻ നടത്തുക.